നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 27. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവ്, അറിവതു താനഥ നാമരൂപമായും. കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഈ ലോകത്തെ ഒരു മഹേന്ദ്രജാലത്തോട് ഉപമിക്കാം. ജാലവിദ്യക്കാരനില്ലാത്തത് ഉള്ളതുപോലെ കാണിച്ച് കാണികളെ ആശ്ചര്യപ്പെടുത്തുന്നു. കാഴ്ചക്കാരൻ ആഹ്ലാദിക്കുകയും ഭയപ്പെടുകയും വഞ്ചിതനാവുകയും ദുഃഖിക്കുകയും പിന്നെയും ചിരിക്കുകയും വീണ്ടും ജാലവിദ്യക്കാരനാൽ മോഹിതനാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ജാലവിദ്യ കാണുമ്പോൾ കൺമുൻപിൽ കണ്ടത് ഉള്ളതോ ഇല്ലാത്തതോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ മനസ്സ് കുഴങ്ങിപ്പോകുന്നു. ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്ന മനസ്സാണ് ഈ വിഭ്രാന്തികൾക്ക് കാരണം എന്ന് പറഞ്ഞു പോരുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ രാജാവാകയാൽ മനസ്സിനെ മഹേന്ദ്രൻ എന്ന് വിളിക്കാം. മനസ്സിൽ പ്രതീതമാകുന്ന ലോകത്തെ അതുകൊണ്ട് മഹേന്ദ്രജാലം എന്ന് പറയുന്നത് അന്വർത്ഥം തന്നെ. ഉറങ്ങിക്കിടക്കുന്ന ഒരുവൻ ഞാനെന്നോ നീയെന്നോ ഒന്നും അറിയുന്നില്ല. ഉണർന്നു കഴിയുമ്പോഴേക്കും ഓരോ കർത്തവ്യബോധമുണ്ടായി പ്രവൃത്തി നിരതനാവുന്നു. ആ സമയത്ത് ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള താതാത്മ്യ ബുദ്ധി ഉണ്ടായിട്ട് അതിൽ അഭിമാനിക്കുകയോ ലജ്ജിക്കുകയോ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ എല്ലാം ചെയ്യുന്നു. നീ ഇന്നത് ചെയ്യണമെന്ന് പറയുന്ന ഇച്ഛാശക്തി എവിടെ നിന്നോ ബലവത്തായി വരുന്നു. അതിൻ്റെ പിന്നിൽ ഇത് ഇന്നത്, ഇത് ചെയ്താൽ നല്ലത്, ഇത് ചെയ്താൽ ചീത്ത, ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോയാൽ മതി, ഇത് വിട്ടുകളയാം, ഇനി അടുത്ത കാര്യം നോക്കാം എന്നിങ്ങനെ എപ്പോഴും ഓരോന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിശ്ചയാത്മസ്വരൂപമുള്ള ബുദ്ധിയുടെ തീരുമാനങ്ങൾ കാണുന്നു. ഈ തീരുമാനങ്ങളെയെല്ലാം സംഗതമാക്കുന്നത് വർത്തമാനത്തെ പൂർവീകമായ അനുഭവങ്ങളോട് ബന്ധപ്പെടുത്തുവാനും തുലനം ചെയ്യുവാനും സഹായിക്കുന്ന ഒട്ടേറെ ഓർമ്മകളാണ്. ഈ മാനസിക പ്രക്രിയകളെല്ലാം എവിടെ ആരംഭിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ എണ്ണമറ്റ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ നാം കാണുന്നു. മനസ്സിൻ്റെ മുഖ്യമായ പ്രശ്നം ഇന്ദ്രിയ ഗോചരമായ വസ്തുക്കളുടെ പേരും സ്വരൂപവും കഴിയുന്നത്ര വിശദമായി നിരൂപണം ചെയ്യുക, മനസ്സിലേക്ക് ഒന്നൊന്നായി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മകളുടെയും ആശയങ്ങളുടെയും കൽപ്പനകളുടെയും സാങ്കത്യം നിരൂപിക്കുവാൻ പോരുന്ന വിചാരധാരയെ രചിക്കുക, മറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി കാര്യകാരണ സൗഷ്ഠവം പൂർണിമ ഉള്ളതാക്കുക, ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന ദുഃഖനിവൃത്തിക്കുള്ള മാർഗങ്ങൾ ആരായുക മുതലായവയാണ്. അറിയപ്പെടാൻ കഴിയാതിരിക്കുന്ന ഇരുളിൽ നിന്നും പെട്ടെന്ന് ബോധസീമയിലേക്ക് കടന്ന് മുറിവില്ലാതെ ഒഴുകുന്ന വികാരസങ്കലിതമായ വിചാരധാര ധാരാവാഹിയാണെങ്കിലും താൽപര്യഭേദമനുസരിച്ച് കഴിഞ്ഞുപോയത്, ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇനി വരാൻ പോകുന്നത് എന്നിങ്ങനെ കാലത്തിൻ്റെ അർദ്ധവിരാമങ്ങൾ ആ ഒഴുക്കിൽ സംഗതമായി തീരുന്നു. അറിയുന്നതിനെയെല്ലാം ആകാരപ്രകാരാദികൾ അനുസരിച്ച് പിണ്ഡങ്ങളുടെ വ്യാസം, ദൈർഘ്യം,
സ്ഥിതി, ചലനം മുതലായവ കണക്കിലെടുത്ത് മുമ്പ്, പിമ്പ്, മുകളിൽ, താഴെ എന്നിങ്ങനെ വെവ്വേറെ അവസ്ഥിതിയുള്ളതാക്കി മനസ്സിലാക്കുമ്പോൾ ദേശവും ദിക്കും അറിവിൻ്റെ അനിവാര്യമായ ഉപാധികളായിത്തീരുന്നു. ഇത്ര സങ്കീർണമായ അറിവ് എവിടെ നിന്നും വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. അവിടെ ഒരു മറവ് കാണുന്നു, ഒരു ഇരുള്. എന്നാൽ ആ ഇരുളിൽ തന്നെയാണ് എല്ലാറ്റിനെയും വെളിവാക്കുന്ന അറിവ് മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ വിരോധ പ്രതിഭാസം തന്നെ. എന്നാൽ ഈ അറിവ് ആർക്കും അപരിചിതമല്ല. എത്ര ബാഹ്യപ്രകാശമില്ലാതിരുന്നാലും ഞാൻ ഉണ്ട് എന്ന് നിശ്ചയിക്കാനുള്ള അറിവ് അവനവനിൽ തന്നെ ഇരിക്കുന്നു. ഇതുതന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇരുളിലിരുന്ന് സ്വയം അറിയുന്നതേതോ അതുതന്നെ ആത്മാവ് എന്ന് ഗുരു ആത്മാവിനെ ഇവിടെ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ഈ ആത്മാവ് സ്വയം അറിയുകയും എല്ലാറ്റിനെയും അറിയിച്ചു തരുകയും ചെയ്യുന്നു.